ആതിര സരസ്വതാണ് പതിവ് പോലെ കാലാവസ്ഥ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആതിര, ഗുഡ് മോർണിംഗ്. ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴ നമ്മുടെ കൊച്ചിയിൽ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല പുറത്ത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു മഴ സാഹചര്യം? ഇനി അങ്ങോട്ടൊരു മഴക്കാലം വരാൻ പോവുകയാണോ? സെതു, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകരെ, ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ നോക്കാം. ഇനി മഴ സജീവമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഗംഗാതട, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. നാളെ മധ്യകിഴക്കൻ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 26 വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് സെപ്റ്റംബർ 27 വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇനി മറ്റൊന്ന്, മാപ്പ് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്ക് മാപ്പ് പരിശോധിച്ചാൽ നിലവിൽ മഴ മുന്നറിയിപ്പ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. വളരെ പച്ചമയം, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് മാപ്പിൽ. പക്ഷേ ഈ മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിലും പല ഭാഗങ്ങളിലും മഴയൊക്കെ പെയ്യുന്നുണ്ട്. കൊച്ചിയിലും രാവിലെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിരുന്നു. വരും മണിക്കൂറുകളിൽ മുന്നറിയിപ്പൊക്കെ മാറി മറിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വൈകുന്നേരം 5:30 വരെ തീരത്ത് 0.4 മുതൽ 1.2 മീറ്റർ വരെ തിരമാല ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമൊക്കെ ജാഗ്രത പാലിക്കുക. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. നാളെ മുതൽ 27-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി അന്തരീക്ഷ താപനില പരിശോധിക്കാം. തിരുവനന്തപുരത്ത് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറച്ച് ദിവസങ്ങളിലായി ഒരു ചുഴലിക്കാറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. പേടിക്കേണ്ട, ഇന്ത്യയിലല്ല കേട്ടോ. പറഞ്ഞു വരുന്നത് രാഗസ ചുഴലിക്കാറ്റിനെ പറ്റിയാണ്. ഇന്ന് ചൈനയിലെ ഗ്യാങ്ടോക്ക് പ്രവിശ്യയിൽ രാഗസ ചുഴലിക്കാറ്റ് കരതൊടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പീൻസിലും തായ്വാനിലും ഹോങ്കോങ്ങിലുമൊക്കെ കനത്ത നാശനഷ്ടങ്ങളാണ് ഈ രാഗസ വിതച്ചത്. കനത്ത ജാഗ്രതയിലാണ് ഗ്യാങ്ടോക്ക് പ്രവിശ്യ. അപ്പോൾ പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ വിവരങ്ങൾ. നാളെ ചില ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അത് നാളെ പറഞ്ഞു തരാം. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതെന്താ ആ യെല്ലോ മുന്നറിയിപ്പ് ഇപ്പൊ പറഞ്ഞാല്? പറയില്ല. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇന്ന് ആതിര പറഞ്ഞതുപോലെ വലിയ മഴ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ ചെറിയതായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ മഴ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.